أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم പരമകാരുണ്യകനും കരുണാമയനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين. അല്ലാഹു തനിക്ക് ആധിപത്യം നൽകിയത് കാരണത്താലുള്ള ഗർവ് നിമിത്തം ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥനെ സംബന്ധിച്ച് തർക്കിച്ചവനെപ്പറ്റിയുള്ള വിവരം നിനക്ക് ലഭിച്ചിട്ടില്ലേ? എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഇബ്രാഹീം പറഞ്ഞപ്പോഴാണതുണ്ടായത്. അവൻ പറഞ്ഞു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. ഇബ്രാഹീം പറഞ്ഞു, എന്നാൽ അല്ലാഹു സൂര്യനെ കിഴക്കുനിന്ന് ഉദിപ്പിച്ചു കൊണ്ടുവരുന്നുവല്ലോ, നീ അതിനെ പടിഞ്ഞാറു നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ വിശ്വാസി അമ്പരന്നു നിശബ്ദനായി. അല്ലാഹു അധർമ്മികളായ ജനങ്ങളെ വിജയമാർഗത്തിൽ നയിക്കുകയില്ല. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما فلما تبين له قال أعلم أن الله على كل شيء قدير. അല്ലെങ്കിൽ ഒരു പട്ടണത്തിലൂടെ നടന്നു പോയവന്റെ സ്ഥിതി പോലെ അത് അതിന്റെ മേൽത്തട്ടുകളുടെ മേൽ വീണു തകർന്നു കിടക്കുകയായിരുന്നു. അതു കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതിന്റെ നാശത്തിനു ശേഷം അല്ലാഹു എപ്പോഴാണ് അതിനെ പുനരുജ്ജീവിപ്പിക്കുക? അങ്ങനെ അല്ലാഹു അദ്ദേഹത്തെ സ്വപ്നത്തിൽ 100 കൊല്ലം മരിച്ച നിലയിലാക്കി. പിന്നെ അവൻ അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. അല്ലാഹു ചോദിച്ചു, ഈ സ്ഥിതിയിൽ നീ എത്ര കാലം കഴിച്ചുകൂട്ടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സ്ഥിതിയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 1 ദിവസത്തിന്റെ അല്പം ഭാഗമോ കഴിച്ചുകൂട്ടി. അല്ലാഹു പറഞ്ഞു, ബാഹ്യാവസ്ഥയിൽ അത് ശരി തന്നെ, പക്ഷേ നീ സ്വപ്നാവസ്ഥയിൽ 100 കൊല്ലക്കാലം കഴിച്ചുകൂട്ടിയിട്ടുണ്ട്. നിന്റെ ആഹാരപാനീയങ്ങൾ നോക്കുക, അവ ജീർണിച്ചിട്ടില്ല. നിന്റെ കഴുതയെയും നോക്കുക, ഇതു രണ്ടും സുരക്ഷിതമായി കണ്ട് നിന്റെ ധാരണയും നമ്മുടെ ധാരണയും അതാതിന്റെ സ്ഥാനത്ത് ശരിയാണെന്ന വസ്തുത നീ മനസ്സിലാക്കുക. നിന്നെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുന്നതിന് വേണ്ടിയാണിത്. അസ്ഥികൾ നോക്കുക, നാം എങ്ങനെയാണ് അവ പരസ്പരം ഘടിപ്പിക്കുകയും പിന്നെ അതിൽ മാംസം പിടിപ്പിക്കുകയും ചെയ്യുന്നതെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ഈ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലായപ്പോൾ അല്ലാഹു സർവശക്തനാണെന്ന് ഞാൻ അറിയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى قَالَ أَوَلَمْ تُؤْمِنْ قَالَ بَلَى وَلَكِنْ لِيَطْمَئِنَّ قَلْبِي قال فخذ 4 من الطير فصرهن إليك ثم اجعل على كل جبل منهن جزءا ثم ادعهن يأتينك سعيا واعلم أن الله عزيز حكيم.
ഇബ്രാഹിം പറഞ്ഞ സന്ദർഭവും ഓർക്കുക. എന്റെ നാഥ, മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരിക. അല്ലാഹു പറഞ്ഞു, നീ വിശ്വസിച്ചിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്റെ മനസ്സമാധാനത്തിനു വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചത്. അല്ലാഹു പറഞ്ഞു, നീ 4 പക്ഷികളെ പിടിച്ച് അവയെ നീയുമായി നല്ല പോലെ ഇണക്കുക. എന്നിട്ട് അവയിൽ ഓരോ ഇനത്തെയും ഓരോ കുന്നിന്മേൽ വയ്ക്കുക. പിന്നീട് അവയെ വിളിക്കുക. എന്നാൽ അവ നിന്റെ അടുക്കലേക്ക് ഓടിവരുന്നതാണ്. അല്ലാഹു പ്രതാപവാനും യുക്തിജ്ഞനുമാണെന്ന് അറിഞ്ഞുകൊള്ളുക.